പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖിനൊപ്പമാണ് വൺ ന്യൂസ് ഇപ്പോഴുള്ളത്. പെരിന്തൽമണ്ണ നഗരത്തിലെ പല ഭാഗങ്ങളിലും പല വാർഡുകളിലും പെൻഷൻ മുടങ്ങിയതായിട്ടുള്ള ഒരു പരാതിയുണ്ട്. അപ്പൊ ഇതെന്തുകൊണ്ടാണിത്? സാങ്കേതിക പ്രശ്നമാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രശ്നമാണോ എന്ന് ഈ ജനങ്ങൾ തന്നെ ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എന്തുകൊണ്ടാണ് ഈ പെൻഷൻ മുടങ്ങിയത്? ചില സാങ്കേതിക പ്രശ്നം കാരണം പ്രയാസം വന്നിട്ടുണ്ട്. സൈറ്റ് ഓപ്പൺ ആവാത്ത പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരെ ഇടയിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് പരിശോധിച്ച് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതാണ്. അല്ല, ഈ ഭരണസമിതി ഇക്കാര്യത്തില് പല ആളുകളും പറയുന്നത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചില വീഴ്ചകളാണെന്ന രീതിയിൽ കുറ്റപ്പെടുത്തലുകൾ വരുന്നുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഭരണസമിതിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടാവും ഇക്കാര്യത്തിൽ? ഉദ്യോഗസ്ഥന്മാരുടെ പരിധിയിൽ നിന്ന് അവർ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് പരിശോധിച്ച് അവർക്ക് വേണ്ട നടപടി നമ്മൾ ഭാഗത്തുനിന്നുണ്ടാവും. അത് ഏത് രീതിയിലാണെങ്കിലും നമ്മളതിൽ ഇടപെട്ട് നമ്മളതിന് പരിഹാരം കാണും. എത്രയും പെട്ടെന്ന് ഇനിയിപ്പോൾ ഈ സാങ്കേതിക പ്രശ്നങ്ങൾ, സൈറ്റ് ഓപ്പൺ ആവാത്ത പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പെൻഷൻ ലഭിക്കേണ്ടവർക്ക് പെൻഷൻ കിട്ടുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ്. അതെ, നമ്മള് സാധാരണക്കാരെ പെൻഷന് എത്രയും പെട്ടെന്ന് നമുക്ക് അവർക്ക് എത്തിക്കാനുള്ളത് നടപടി നമ്മുടെ ഈ ഭാഗത്തുനിന്ന് ഉണ്ടാവും. മുനിസിപ്പാലിറ്റിന്റെ പരിധിയിൽപ്പെട്ട എല്ലാവർക്കും പെൻഷൻ പെട്ടെന്ന് ലഭിക്കുന്ന നടപടികൾ ഉണ്ടാവും. എന്തായാലും പെൻഷൻ ലഭിക്കുന്നവർക്ക് ആശങ്കയൊന്നും വേണ്ട, പരാതികളുമായി വരുന്നവർക്കും ആശങ്ക വേണ്ട. സൈറ്റ് ഓപ്പൺ ആവാത്ത ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ എന്തൊക്കെയോ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാകാം എന്ന ഒരു നിരീക്ഷണം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം തേടുമെന്നാണ് നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചിരിക്കുന്നത്. പെൻഷൻ ലഭിക്കേണ്ടവർ അത് അവരുടെ അവകാശമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കേണ്ടതാണ്. ഉടൻ തന്നെ അക്കാര്യങ്ങളെല്ലാം പരിഹരിച്ച് നടപടി സ്വീകരിക്കും. എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ പരിശോധിച്ച് അത് പരിഹരിക്കും. എത്രയും പെട്ടെന്ന് പെൻഷൻ ലഭിക്കേണ്ടവർക്ക് പെൻഷൻ ലഭിക്കാനുള്ള നടപടി ഉണ്ടാകുമെന്ന ഒരു ഉറപ്പ് നഗരസഭാ ചെയർപേഴ്സൺ എല്ലാവർക്കും, ഈ പെൻഷൻ വാങ്ങുന്നവർക്ക് ആ ഉറപ്പ് നൽകുന്നുണ്ട്. ജബ്ബാർ വേണാട്, വൺ ന്യൂസ് ലൈവ്, പെരിന്തൽമണ്ണ. ചെറുപ്പുളശ്ശേരി ഐഡിയൽ ക്യാമ്പസിലെ വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് സ്ഥാപനമായ AICTE അംഗീകൃത ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസിൽ പുതിയ കാലത്ത് ജോലി സാധ്യതയുള്ള ആഡ് ഓൺ കോഴ്സുകളോടെ BA, BSc, BCom, BSW, BCA, BBA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകളിലേക്കും MA ഇംഗ്ലീഷ്, MCom, MSW തുടങ്ങിയ റെഗുലർ BEd ആൻഡ് DEIED ആൻഡ് ITI കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ചെറുപ്പുളശ്ശേരി.